വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കുമായി ആസ്വാദന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. ചുണ്ട ജവഹർ മെമ്മോറിയൽ റീഡിംഗ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വർണ്ണക്കൂടാരം ക്യാമ്പ് സംഘടിപ്പിച്ചു. 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് സർഗഭാവന വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയും പുസ്തക വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുമാണ് വർണ്ണക്കൂടാരം എന്ന പേരിൽ ക്യാമ്പ് നടത്തിയത്. ക്യാമ്പിൽ 50ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗം സജിനി മോഹൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രാജു ചുണ്ട അവർ, അതുപോലെ തന്നെ സുധാകരൻ മാഷ്, ടീച്ചർ, രാജേഷ് മാഷ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ നല്ല ഭാഗ്യവാന്മാരാണ്. താലൂക്കിൽ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KC ലക്ഷ്മണൻ മുഖ്യാതിഥിയായി. ഏറ്റവും ഉയർന്ന വിദഗ്ധരായ ഉദ്യോഗസ്ഥരാവാൻ സാധ്യതവരാവാറുള്ളത്. അപ്പോൾ ആ നിലയിൽ നിങ്ങൾ പഠനത്തെ നിങ്ങൾ ഇത്ര ക്യാമ്പുകളെ ഉപയോഗപ്പെടുത്താൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഭാഷ, നമ്മുടെ വേഷം, നമ്മുടെ ജാതി, നമ്മുടെ കളറ്, ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥയാണ് ചീഫ് സെക്രട്ടറിയാണ് ശാരദാ കുടുംബം. അവരുടെ ദേശമൊക്കെ കൊടുത്തിട്ടു. അവരെ കുറച്ച് കറുപ്പിച്ചാണ്. ആ കറുപ്പ് അവര് വലിയ വിവേചനത്തിന്, വലിയ വേർതിരിക്കലിന് അവരെ ചെറുപ്പ് കാരണമായിരുന്നു. കർത്തരാവ് വലിയ അപകടം തന്നെയാണ്. എല്ലാ കാലത്തും അങ്ങേയറ്റം അവഗണിക്കപ്പെടുന്ന, അങ്ങേയറ്റം വിവേചനപ്പെടുന്ന ഒരു കലാകാരൻ. കാരണം ഞാനത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അനുഭവിച്ചിരിക്കുകയാണ്. K. കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാജേഷ് CK, സുധാകരൻ P, രാജു ചുണ്ട, പ്രൊഫസർ രഞ്ജിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, നിങ്ങളെ ഇന്ന് ഇവിടത്തേക്ക് ക്ഷണിച്ചതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളവരെ ഇവിടെ എല്ലാവരും പൂരിപ്പിച്ചില്ല, കാര്യങ്ങളെല്ലാം പൂരിപ്പിച്ചു അല്ലേ? കുഞ്ഞിനെ പറഞ്ഞത് അതിനൊരു കാര്യം ആർക്കും. ലൈബ്രറി കൗൺസിൽ സ്പെഷ്യൽ ഫാക്കൽറ്റി ധന്യ PV ക്യാമ്പിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടുനിന്ന ക്യാമ്പിൽ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സജീവ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായി. വർണ്ണക്കൂടാരം ക്യാമ്പിനോട് അനുബന്ധിച്ച് ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ക്യാമ്പും സംഘടിപ്പിച്ചു. ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ക്യാമ്പിന് രേവതി ടീച്ചറും ഷിൻസിമോൾ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അഭിനയം നന്നായി ഇരുന്ന് ആസ്വദിക്കുക, അഭിനയിക്കുന്നതാണ് നന്നായിട്ട് അഭിനയിച്ച് അവരിലേക്ക് എത്തിക്കുക. അതിൽ ഇങ്ങനെയൊക്കെ പഠിക്കാൻ ചേർന്നിട്ട് അഭിനയിക്കേണ്ടി വരും. എന്റെ മകൻ അഭിക്ക് ദിവ്യയെ ഇഷ്ടമാണ്, ദിവ്യക്ക് അഭിയെയും. അപ്പൊ എങ്ങനെയാ, അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ? വിഷമായോ? എന്ത് വിഷമം? അവളുടെ സ്വപ്നം നടക്കട്ടെ. അച്ഛാ, കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ. അപ്സലേ, നമ്മുടെ തെക്കേപ്പറമ്പ് നോക്കാൻ വന്ന നാസറിന്റെ മോനിലെ, അവനോട് നാളെ തന്നെ വരാൻ പറ. രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ? മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ. അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ. IAS. പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ.